സന്ദീപ് വാര്യർ തെരഞ്ഞെടുത്തത് നേരിന്റെ വഴിയായിരുന്നു എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങൾ, ആ ജനങ്ങളും അരക്കെട്ട് ഉറപ്പിച്ചിരിക്കുകയാണ്. അത് മാത്രമല്ല, ഇത് വേറൊരു കാര്യത്തിനും കൂടിയുള്ള മറുപടിയാണ്. മതം നോക്കി പരസ്യം കൊടുത്തവന്റെ മുഖം നോക്കി പാലക്കാട്ടെ ജനത കൊടുത്ത അടിയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഈ സംസ്ഥാനത്ത് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റൊരു മന്ത്രി ഇവിടെ പദവിയിലിരുന്ന് ആ പണി മര്യാദക്കെടുക്കാണ്ട് ഈ കുത്തിത്തിരിപ്പിന്റെ പണിയുമായി ഇറങ്ങിയ ഇപ്പോഴത്തെ മന്ത്രിക്കും, ചിലതിൽ നിന്നെല്ലാം മാറി നിന്നെങ്കിലും പഴയ മന്ത്രിക്കും ഉൾപ്പെടെ, അതുപോലെ CPM ജില്ലാ സെക്രട്ടറി, ഞാൻ പറയുന്നു ആ ജില്ലാ സെക്രട്ടറി പദവിയിൽ ഇത്രയും കാലം ഇരുന്നവരിൽ ഏറ്റവും വലിയ നിലവാര തകർച്ച ആർക്കാണ് ഉണ്ടായതെന്നുള്ള ചോദ്യത്തിന് CPMകാര് തന്നെ പറയുന്ന ഉത്തരമാണ് ഇപ്പോഴത്തെ CPM ജില്ലാ സെക്രട്ടറി. എല്ലാവർക്കും അതുകൊണ്ട് പാലക്കാട് ചരിത്ര വിജയം, അതിനെത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല, എത്ര കടപ്പെട്ടാലും മതിയാവില്ല. ഇത് കേരളം കൊതിച്ചതാണ്, കേരളം ആഗ്രഹിച്ചതാണ്. ഈ മണ്ണിൽ 13 വർഷം പ്രവർത്തിക്കാൻ അവസരം തന്നവർക്ക്, 6 വർഷത്തോളമായി VK ശ്രീകണ്ഠൻ MPക്ക് നാടിന്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കരുത്തു പകർന്നവർക്ക്, ഇപ്പൊ ഇതാ ഇന്നു മുതൽ ഒരു പുതിയ ചരിത്രം രാഹുൽ മാങ്കൂട്ടത്തിനെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചവർക്ക് ഈ ജനതയുടെ തീരുമാനം തെറ്റിപ്പോയില്ല എന്ന് തെളിയിക്കാൻ ഞങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടാകുമെന്ന് മാത്രം പറയുന്നു. ഇന്നലെയും മിനിഞ്ഞാന്നും ഒക്കെയായി ശ്രീകണ്ഠനോട് പത്രക്കാര് ചോദിക്കുന്നുണ്ട്, എത്ര വോട്ടിന് ജയിക്കുന്നു. അപ്പൊ വെടിച്ചില്ല പോലത്തെ മറുപടി, റെക്കോർഡ് ഭൂരിപക്ഷത്തിന് പാലക്കാട് ഞങ്ങൾ ജയിച്ചിരിക്കുമെന്ന് ആത്മവിശ്വാസത്തോടെ പറഞ്ഞു വെച്ച ആളാണ് അദ്ദേഹം. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഹൃദയാഭിവാദ്യങ്ങൾ. ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്നുള്ള നിലക്ക് ഉജ്ജ്വലമായി പ്രവർത്തിച്ചതിനും ഇതിന്റെ ജനറൽ കൺവീനർ പ്രിയപ്പെട്ട മരക്കാർ മംഗലം മുസ്ലിം ലീഗിന്റെ ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ്, ഊർജ്ജസ്വലമായി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ UDFന്റെ നേതാക്കന്മാർ, ഇവിടെ ചുമതല വഹിച്ച ഷംസുക്കയും അൻവർ സാദത്തും ഉൾപ്പെടെയുള്ള ആളുകൾ, കൊച്ചു പയ്യൻ എന്നൊക്കെ വിളിച്ചെങ്കിലും എന്നേക്കാൾ വയസ്സിന് മൂത്ത പ്രിയപ്പെട്ട PK ഫിറോസ് ഇവിടെ വന്ന് എത്രയോ, ഞാൻ 10ാം ക്ലാസ് ജയിച്ചപ്പോ എന്നെ അഭിനന്ദിച്ച ആളാണ്. നമ്മുടെ ഒരു ഏട്ടൻ ജയിച്ചാൽ നമ്മൾ അഭിനന്ദിക്കൂല. ഇവിടുന്ന് ഇത്രയും ദിവസം ഇവിടെ വന്നു നിന്ന ഒരു സാധാരണ പ്രവർത്തകരെ പോലെ ഇവരെല്ലാം ജോലി ചെയ്തു. അൻവർ സാദത്ത് MLA ഇനിയിപ്പോ ആൾക്കാർ ഇവിടെ മത്സരിപ്പിക്കണമെന്ന് പറയുമെന്ന് എനിക്ക് പേടി. സൗത്തിലെ ആൾക്കാരെല്ലാരും കൂടെ ഇവിടെ വന്ന് നിന്ന്. അതുപോലെ തന്നെ ഒരു കാര്യം, പുറത്തേക്കൊന്നും വരാത്ത ഈ റോഡ് ഷോയിലും ഇതിലൊന്നും നമ്മുടെ കൂടെ ഇല്ലാത്ത കുറെ ആളുകൾ, ഈ മണ്ഡലത്തിന്റെയൊക്കെ ചുമതല വഹിച്ച കുറെ ആളുകൾ, സീനിയർ നേതാക്കന്മാർ, പുറത്തുനിന്ന് വന്നവർ, അവരെ സംബന്ധിച്ചൊന്നും ഇപ്പൊ ഞാൻ പറയുന്നില്ല, അതൊരു പാർട്ടി വേദിയിൽ ഞാൻ പറയാം. പക്ഷെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ പ്രിയപ്പെട്ട DCC പ്രസിഡന്റ്, ആ DCC പ്രസിഡന്റ് നേതൃത്വത്തിൽ ഇവിടെ യോഗങ്ങൾ വിളിച്ച് വോട്ട് ചേർത്താനുള്ള ശ്രമങ്ങൾ, ക്യാമ്പുകൾ അതൊക്കെ നടത്തി 7 മണ്ഡലങ്ങളിലേക്കും നമ്മുടെ ചുമതലക്കാരായി പോയ ആളുകൾ, CV ബാലേന്ദ്രൻ മാഷ് നോർത്ത് മണ്ഡലത്തിൽ വന്നു, അതുപോലെ തന്നെ ഈസ്റ്റ് മണ്ഡലത്തിൽ P ബാലഗോപാൽ, വെസ്റ്റ് മണ്ഡലത്തിൽ ഹരിഗോവിന്ദൻ മാഷ്, സൗത്തിൽ പ്രിയപ്പെട്ട VT ബൽറാം, അതുപോലെ തന്നെ പിരായിരിയിൽ പ്രിയങ്കരനായ C ചന്ദ്രേട്ടൻ. ഇന്നും ഈ തെരഞ്ഞെടുപ്പിലും നമുക്ക് ഏറ്റവും വലിയ ലീഡ് തന്ന പിരായിരിക്കാർക്ക് ഒരിക്കൽ കൂടി ഹൃദയാഭിവാദ്യങ്ങൾ നേരുകയാണ്. അതുപോലെ തന്നെ മാത്തൂരിൽ പ്രിയപ്പെട്ട തുളസി ടീച്ചർ കൃത്യമായ എല്ലാ ഉത്തരവാദിത്തങ്ങളും നിറവേറ്റി അതിന്റെ കൃത്യമായ അപ്ഡേറ്റ്സ് സംഘടനയ്ക്ക് മുന്നണിക്ക് തന്നുകൊണ്ടിരുന്ന. അതുപോലെ തന്നെ കണ്ണാടിയിൽ പ്രിയപ്പെട്ട PV രാജേഷ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ, ലീഗിന്റെ ജില്ലാ സെക്രട്ടറിമാർ, സംസ്ഥാന ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ ചുമതലയേറ്റ് ചെയ്തു. നമ്മുടെ യുവജന സംഘടനകളുടെ യൂത്ത് കോൺഗ്രസിന്റെയും യൂത്ത് ലീഗിന്റെയും KSUവിന്റെയും MSFന്റെയും മറ്റ് UDYFന്റെ RYF ഉൾപ്പെടെയുള്ള UDFന്റെ ഊർജ്ജസ്വലരായ സഹപ്രവർത്തകർ, അതുപോലെ തന്നെ ജനതാദളിന്റെ പ്രിയപ്പെട്ട ഇവിടുത്തെ സഹപ്രവർത്തകർ, എത്ര ആളുകൾ ഒരു കുടുംബം പോലെ നിന്ന് പ്രവർത്തിച്ചിട്ടാണ്, കുടുംബം പോലെ പ്രവർത്തിച്ചിട്ടാണ് ഈ റിസൾട്ട് ഉണ്ടാക്കിയത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇതൊരു മെസ്സേജാണ്. നമ്മൾ ഒരുമിച്ച് നിന്നാൽ ഈ കാര്യങ്ങൾ നടക്കും. ഇതിന്റെയൊക്കെ തുടക്കമായി നമുക്കിടയിൽ നിന്ന് ഒരാള് ഇവിടെ സാന്നിധ്യമില്ല. പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവിന് ഹൃദയാഭിവാദ്യങ്ങൾ പാലക്കാടിന്റെ ഞാൻ നേരുകയാണ്. എത്ര തവണ അറിയാം, ഒരു കുടുംബ സംഗമത്തിലും ഒരു റോഡ് ഷോക്കും ഒരു പൊതുയോഗത്തിലും മാത്രമാണ് അദ്ദേഹം പുറമെ യോഗങ്ങളിൽ പങ്കെടുത്തത്. പക്ഷെ അദ്ദേഹം എത്രയോ തവണ പാലക്കാട് വന്നു, എത്രയോ തവണ യോഗങ്ങൾ വിളിച്ചു, എത്രയോ തവണ ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ ചുക്കാൻ പിടിക്കുന്ന പ്രവർത്തനങ്ങൾ അദ്ദേഹം ഏർപ്പെട്ടു. അതുപോലെ തന്നെ പ്രിയങ്കരനായ KC വേണുഗോപാലും
MP നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിന്റെ ദിശ നിർണയിച്ച രാഷ്ട്രീയ ഇടപെടലുകൾക്ക് മുന്നിലെ കരുത്തായി പ്രിയപ്പെട്ട KCയുടെ ഓരോ സന്ദർശനവും പാലക്കാട് മാറി. നമ്മുടെ KPCC പ്രസിഡന്റ് ആവേശകരമായി രാഹുൽ മാങ്കൂട്ടത്തലിന്റെ കണ്ണട വെച്ച് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ആവേശം പകരാൻ ഉൾപ്പെടെ മുഴുവൻ തയ്യാറായി നിന്ന പ്രിയപ്പെട്ട KPCC പ്രസിഡന്റ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഓരോ സെക്കൻഡിലും ഇതേ സംബന്ധിച്ച് ചോദിച്ചുകൊണ്ടേയിരുന്നു. മിനിഞ്ഞാത്ത പത്രസമ്മേളനം കഴിഞ്ഞിട്ടും ഇതേപ്പറ്റി ചോദിച്ചുകൊണ്ടിരുന്നു. അതുപോലെ തന്നെ പ്രിയപ്പെട്ട ബഹുമാന്യനായ ആദരണീയനായ പാണക്കാട് തങ്ങൾ ഈ നാടിന്റെ ഐക്യത്തെ കാക്കാൻ മുനമ്പം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ ഒരു സാധാരണക്കാരനെയും അവിടുന്ന് കുടിയൊഴിപ്പിക്കരുത് എന്ന് ആർജവത്തോടെ നിലപാടെടുത്ത് ഈ നാടിന്റെ ഐക്യത്തിന് മറ്റെന്തിനേക്കാൾ കൂടുതൽ വിലയുണ്ടെന്ന് ഉച്ചസ്ഥരം പറഞ്ഞ നിലപാടെടുത്ത പാണക്കാട്ടെ തങ്ങൾ, പ്രിയപ്പെട്ട സാദിഖ് അലി തങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന് നമ്മുടെ ഏറ്റവും വലിയ കരുത്തും സ്രോതസ്സുമായി മാറി. പ്രിയങ്കരായ ഒട്ടനവധി നേതാക്കന്മാർ, UDFന്റെ CP ജോൺ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ, ഒരാളുടെ പേര് പറയാതിരിക്കാൻ കഴിയില്ല. പ്രിയപ്പെട്ട നമ്മുടെ അനിയ എന്നീ പിള്ളേരെ മുഴുവൻ വിളിച്ച് രാവും പകലും ഈ കുട്ടികൾക്കൊപ്പം നിന്ന പ്രിയപ്പെട്ട ജ്യോതികുമാർ ചാമക്കാല നമ്മുടെ ഓഫീസിന്റെ പ്രവർത്തനങ്ങളിൽ ഫുൾ ടൈം കൂടെ നിന്ന ആളുകൾ. ഇങ്ങനെ എത്രയെത്ര പേര് പറയാൻ പറ്റും. വരില്ല എന്നൊക്കെ പറഞ്ഞ് വാർത്ത കൊടുത്തിട്ട് ഇവിടെ വന്ന് എല്ലാത്തിനെയും ഫിനിഷ് ചെയ്തിട്ട് പോയ പ്രിയപ്പെട്ട KM മുരളീധരൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ, അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത നേതാക്കന്മാർ, നിങ്ങളുടെ സഹപ്രവർത്തകർ, ഇതിനെല്ലാത്തിനും പുറമെ UDYFന്റെ മുഴുവൻ നേതാക്കന്മാരോട് ഇതിനെല്ലാത്തിനും പുറമെ ഇവിടെ ചോര നീരാക്കി ബൂത്തിൽ കയറി വോട്ട് ചോദിച്ച 5 റൗണ്ടും ഈ പ്രസ്ഥാനത്തിന്റെ മുന്നണിയുടെ വിജയത്തിന് വേണ്ടി അക്ഷീണം യത്നിച്ച UDFന്റെ ചോരയും നീരുമായ സഹപ്രവർത്തകർ, അവര് നടത്തിയ ഒരു അധ്വാനത്തിന്റെ വില കൂടിയാണ് 18,840. പ്രിയപ്പെട്ട രമേശ് ചെന്നിത്തലയും MM ഹസനും ബെന്നി ബേനാനും KC ജോസഫും ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ, ഒട്ടനവധി അടൂർ പ്രകാശ് ഉൾപ്പെടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിച്ച നേതാക്കന്മാർ, എത്ര ആളുകളാണ് ഈ നിയോജകമണ്ഡലത്തിലെ കോൺഗ്രസിന്റെയും ലീഗിന്റെയും UDFന്റെയും പ്രിയപ്പെട്ട നേതാക്കന്മാർ. ഞാനിനി ദീർഘിപ്പിക്കുന്നില്ല. ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇതെല്ലാം വിജയമായി പോയതിന്റെ പിന്നിലെ ഒരു പ്രധാനപ്പെട്ട കാരണക്കാരൻ നമുക്കറിയാം. പാലക്കാടിന് പരിചയപ്പെടുത്തലുകൾ ആവശ്യമില്ലാത്ത തരത്തിൽ പാലക്കാട്ട് ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് ക്രാഷ് ലാൻഡ് ചെയ്ത, പാലക്കാട് വന്നിറങ്ങിയ സെക്കൻഡ് തൊട്ട് ഈ സെക്കൻഡ് വരെയും പാലക്കാടിന്റെ ഹൃദയം കവർന്ന കേരളത്തിന്റെ യുവജന സമര നായകൻ, കേരളത്തിന്റെ ഗവൺമെന്റിന്റെ അനീതികൾക്കെതിരെ ആർജവത്തോടെ പൊരുതുന്ന പോരാട്ട വീര്യത്തിന്റെ നേരിന്റെ നെഞ്ചുറപ്പായ ചെറുപ്പക്കാരൻ, തോൽപ്പിക്കാൻ വേണ്ടി CJP കച്ചകെട്ടി ഇറങ്ങിയപ്പോഴും ആ മോഹങ്ങളെ പുറങ്കാൽ കൊണ്ട് തൊഴിച്ച പാലക്കാടിന്റെ അഭിമാനമായി മാറിയ, ഇനി ഒരു കാര്യം കൂടെ, പാലക്കാടിന്റെ ചരിത്രത്തിൽ ഒരാൾക്കും ഇത്ര ഭൂരിപക്ഷം പാലക്കാടിന്റെ മണ്ണിൽ നിന്ന് ഇതുവരെ കിട്ടിയിട്ടില്ല. 18,840 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പാലക്കാട്ടെ സാധാരണക്കാരന് വേണ്ടി കേരളത്തിന്റെ നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന സ്ഥാനാർത്ഥി, എന്ന സാരഥി, പാലക്കാടിന്റെ MLA, ഇടക്ക് വെച്ച് പാലം വലിച്ചവരോടും ഇത് മുതൽ വന്ന ഇവിടെ തോൽക്കും തൊപ്പിയിടുന്നൊക്കെ പറഞ്ഞിട്ട് വേറെ മേച്ചിൽപ്പുറം പോയി തേടിയവരോടൊക്കെ പറയുന്നു, ഇവിടെ കൊണ്ടിറക്കിയത് തോക്കാനല്ലളി ജയിക്കാൻ വേണ്ടി തന്നെയാണ് എന്നുള്ളത് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ ഞാൻ നിർത്തും. ഒരു കാര്യം നമ്മുടെ ചാനലുകാരോട് ഒറ്റ വാക്ക് ഞാൻ നിർത്തുക. ശ്രീകണ്ഠേട്ടൻ ഇടക്കിടക്ക് പറയുന്നുണ്ട് വടകര MP ഇവിടുന്ന് ട്രാൻസ്ഫർ, ഇവിടുന്ന് യാത്രയക്കും എന്നൊക്കെ പറയുന്നു. ഞാൻ ഒറ്റ കാര്യം പറഞ്ഞു നിർത്താം. നിങ്ങൾ ഈ വാർത്ത എത്ര വേണമെങ്കിലും കൊടുത്തു, പക്ഷെ ഓരോരുത്തരും അർഹിക്കുന്ന പ്രാധാന്യം കൊടുക്കണം. ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു പ്ലാവില മറിച്ചിടാൻ പോലും കെൽപ്പില്ലാത്തവന്റെ പത്രസമ്മേളനം മണിക്കൂർ കണക്കിന് ലൈവ് കൊടുത്തിട്ട് അവരുന്നയിക്കുന്ന കള്ളക്കഥകളും ആക്ഷേപങ്ങളും വാർത്തയാക്കിയിട്ട് അതിന്റെ ചോദ്യവും ഉത്തരം കൊണ്ട് ഞങ്ങളുടെ അടുത്ത് വന്നപ്പോ ഞങ്ങൾക്ക് പറയാൻ മറുപടി ഇല്ലാഞ്ഞിട്ടോ മറുപടി പറയാൻ അറിയാഞ്ഞിട്ടോ അല്ല, ഞങ്ങൾ 23-ന് കാത്തിരുന്നതാണ്. പാലക്കാട്ടെ ജനത കൊടുക്കുന്ന മറുപടിക്ക് കാത്തിരുന്നതാണ്. അത് വയറ് നിറച്ച് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് എന്ന് എനിക്കറിയാം. പാലക്കാട് എന്നും ഹൃദയത്തിലുണ്ടാകും. നിങ്ങൾക്ക്
നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയാഭിവാദ്യങ്ങൾ നേരുന്നു. ഇനി ഇവിടെ കുറെ പേരുകൾ വിട്ടുപോയിട്ടുണ്ടാകും, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഇതൊരു ഷാഫി തമിഴിൽ 2 വാക്ക് സംസാരിക്കും. അതല്ല, ഞാൻ നീലപ്പെട്ടിയൊക്കെ പൊട്ടി ദൂരെ പോയി അതൊക്കെ പോയി പണിയോക്കാൻ പറയാം. അവിടെ എല്ലാ കള്ളത്തരവും പറഞ്ഞിട്ട് അതൊക്കെ തന്നോട്ടേ. നമ്മൾ അതിനൊന്നും ഇനിയിപ്പോ ഇത് ജനങ്ങൾ കൊടുത്ത മറുപടിയേക്കാൾ വലിയ മറുപടി ഉണ്ടോ? ജനങ്ങൾ കൊടുത്ത മറുപടിയേക്കാൾ വലിയ മറുപടി ഉണ്ടോ? അല്ലേ? അതല്ലേ വലുത്. നമ്മുടെ ഓഫീസിലേക്ക് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ MLA ഓഫീസ് ഈ മാസം തന്നെ തുറന്ന് പ്രവർത്തനം ആരംഭിക്കാനാണ് സാധ്യത. ആ ഓഫീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏത് സാധാരണക്കാരന്റെ മുമ്പിൽ ആ ഓഫീസിന്റെ വാതിലുകൾ തുറന്നിട്ടില്ല. അവരുടെ ആവശ്യങ്ങൾ പറയാൻ, ഈ പാലക്കാടിന്റെ വികസന കാര്യങ്ങളിൽ ഇടപെടാൻ. അപ്പോ എല്ലാരോടും ഒരുപാട് നന്ദി, ഒരുപാട് സന്തോഷം. എന്റെ പാലക്കാട്ടുകാരെ, ഈ വലിയ വിജയം, അത് ചരിത്ര വിജയം, അത് നൽകിയവരോടുള്ള നന്ദി വാക്കിൽ തീരിൽ. രാഹുൽ ഉണ്ടാവും പാലക്കാടിന്റെ കൂടെ, VK ശ്രീകണ്ഠൻ MP നയിക്കും. ഞങ്ങളെല്ലാവരും കൂടെ ഉണ്ടാകും. പ്രിയപ്പെട്ട മുല്ലപ്പള്ളി രാമേന്ദ്രൻ സാറും അതുപോലെ തന്നെ VM സുധീരൻ ഉൾപ്പെടെയുള്ള KPC പ്രസിഡന്റും ഒരുപാട് ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്. അവരുടെയൊക്കെ പേരിൽ നിങ്ങൾക്ക് ഹൃദയാഭിവാദ്യങ്ങൾ നേരുന്നു. ഞാനൊന്ന് ചെറുതായിട്ട് വടകരയിൽ പോവും. ഈ 2 ആഴ്ചയിൽ അവര് അന്വേഷിച്ചിട്ടില്ല. അവർ ഒറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ, പാലക്കാട് ജയിച്ചിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് അവർ പറഞ്ഞിട്ടുള്ളൂ. ഇതുപോലെ വാശിയേറിയ ഒരു തെരഞ്ഞെടുപ്പിൽ 1,14,506 2 വടകരക്കാർ ഇവിടെ കണ്ടിരുന്നല്ലോ. ഇവിടെ കൂട്ടാൻ വന്നതാണ്. 506 വോട്ടിന്റെ ചരിത്ര ഭൂരിപക്ഷം നൽകിയവർക്ക് അഭിവാദ്യം. അപ്പോ നിർത്താം. ഞാൻ ചെയർമാന് കൊടുക്കുന്നു. വന്നല്ലോ വടകര